അങ്ങനെ ഒരു സ്വകാര്യം എന്നുള്ള ആ പടം നിർമ്മിച്ചത് മിത്ര ഫിലിംസാണ്. അപ്പോൾ ഈ മിത്ര ഫിലിംസിൻ്റെ ശത്രുവായിട്ട് വേറൊരു ഫിലിംസ് മലയാളത്തിൽ വന്നു. അതാണ് ശത്രു ഫിലിംസ്. ഈ ശത്രു ഫിലിംസ് പേരിലേ ഉള്ളൂ, അതിൻ്റെ പിന്നിൽ ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയായിരുന്നു. അപ്പോൾ വിന്ധ്യൻ്റെ മിത്ര അതിനെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശത്രു കമ്പൈൻസ് എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായൊരു പടം ഉണ്ടാക്കി, ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയും കൊണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും നല്ല കോമഡി ഈ പഞ്ചവടിപ്പാലമൊക്കെ വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അതായിരുന്നു ഈ ചിത്രം. അതാണ് ഒരു കഥ ഒരു നുണക്കഥ. മലയാള സിനിമാ ചരിത്രത്തിൽ, ഗാനചരിത്രത്തിൽ എൻ്റെയും ചിത്രയുടെയും ജോൺസണിൻ്റെയും പേര് അനശ്വരമാക്കി മാറ്റിയൊരു പാട്ട് അതിനകത്തുണ്ട്. ആ പാട്ട് ഒരു കഥ നുണക്കഥയിലാണ്. ഈ പാട്ട് സ്വന്തം റിംഗ് ടോണിൽ സൂക്ഷിച്ച് അത് ആസ്വദിച്ച വേറൊരാളുണ്ട് അതിനകത്ത് അഭിനയിച്ച, അതിലെ നായകൻ മമ്മൂട്ടിയും നെടുമുടി വേണുമായിരുന്നു അതിൽ പ്രധാന റോള്. പിന്നെ ശ്രീനിവാസൻ്റെയാണ് സ്ക്രിപ്റ്റ്. ശ്രീനിവാസൻ ആദ്യമായിട്ടൊരു നല്ല സ്ക്രിപ്റ്റ്, ശ്രീനിവാസൻ്റെ ഒരു ഗംഭീരമായ സ്ക്രിപ്റ്റ് ഉണ്ടാകുന്ന ആ പടത്തിലാണ് ഒരു കഥ ഒരു നുണക്കഥ. അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോയവരും ഈ പാട്ട് എല്ലാ ദിവസവും പാടുന്നുണ്ട്, യാതൊരു സംശയമില്ല. അത്ര നല്ലൊരു പാട്ടായിരുന്നു അതിലുണ്ടായത്. ഒരു കഥ ഒരു നുണക്കഥ. മദ്രാസിൽ രോഹിണി ഹോട്ടലിൽ താമസിച്ചിട്ട്, ഞങ്ങളെല്ലാം കൂടെ താമസിച്ചിരുന്നത്. ആ ഹോട്ടലിൽ തന്നെ ഷൂട്ടിംഗ് നടക്കുന്ന അവിടെ തന്നെ ഞങ്ങൾ താമസിക്കുകയും ചെയ്യുന്നു. ഞാൻ, വേണു, നെടുമുടി വേണു, പിന്നെ മമ്മൂട്ടി, ശ്രീനിവാസൻ. ആ ഹോട്ടലിൽ മൊത്തം ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ അന്ന്. അങ്ങനൊരു കഥയായിരുന്നു അത്. അപ്പോൾ ആ കഥയിൽ മാധവി ഉണ്ടായിരുന്നു. ആ പടം ഇന്നസെൻറ്റും ഡേവിഡും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത മലയാളത്തിലെ നമ്പർ 1 സിനിമയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലെ പാട്ടാണെങ്കിൽ പാട്ടുണ്ടാക്കിയതൊക്കെ വളരെ നാടകീയമായിട്ടാണ്. ഞാനത് പലരോടും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു കാലത്ത് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ നോക്കുന്ന പ്രൊഡക്ഷൻ മാനേജരും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ഡേവിഡ്, സിനിമയുടെ A to Z അറിയാവുന്ന ഡേവിഡ് വളരെ വാശി പിടിക്കുന്ന ഒരു കാര്യം പടത്തിലെ പാട്ട് നന്നാണോ എന്നുള്ളതാണ്. അങ്ങനെ ജോൺസനെ എന്നെയും കൂടെ മദ്രാശിയിലുള്ളൊരു റൂമിലാക്കിയിട്ട് ഇതിലെ പ്രധാനപ്പെട്ട പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ജോൺസണും സംഗീതം വരുന്നില്ല, എനിക്ക് വരിയും വരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഞാൻ വരി എഴുതിയിട്ട് ജോൺസന് ട്യൂൺ ചെയ്യാൻ പറ്റണം, അതും നടക്കുന്നില്ല. ഹോട്ടൽ മുറിയിൽ ഞങ്ങളിങ്ങനെ അസ്വസ്ഥരാകുകയാണ്. കുറേ നോക്കിയിട്ട് മോഹൻ തിരിച്ച് ഡയറക്ടർ വീട്ടിൽ പോയി പാട്ടുണ്ടാക്കണം എങ്ങനെ. ആ ക്രിട്ടിക്കൽ മൊമെൻറ്റിലാണ് എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നത്. അത് റിയാലിറ്റിയാണ് പറയാണ് കേട്ടോ, ബാത്റൂമിൽ പോകുന്നൊരു തെറ്റല്ലല്ലോ. ഞാൻ ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ജോൺസൻ്റെ ഒരു എന്നോട് പറയുന്നത്, MDR പെട്ടെന്ന് വാ, ട്യൂൺ റെഡിയായി. അപ്പോൾ ആദ്യമായിട്ട് ട്യൂണിട്ട് പാട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നൊരു സാഹചര്യത്തിലല്ല. ഞാൻ പറഞ്ഞു വരാം. ഇല്ല, MDR പാട്ട് ട്യൂൺ കേട്ടോളൂ, അവിടെ നിന്ന് വരി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ബാത്റൂം സിംഗർ എന്നൊക്കെ പറയുന്ന പോലെ ബാത്റൂം സോങ് അവിടെ വെച്ചിരിക്കുകയാണ്. അത് ആർക്കും അറിയില്ല. പ്രകൃതിയുടെ വിളിയും ജോൺസൻ്റെ വിളി രണ്ടും കൂടെയാണ്. ജോൺസൺ ഇപ്പോൾ വരി വേണം. ആ വരി എങ്ങനെയാണ് ഉണ്ടായത്? വരി ഉണ്ടായത് ഇവിടെ നിന്നുമല്ല, ട്യൂൺ ഉണ്ടായത്. ട്യൂൺ ആ മഹാനുഭാവം മരിച്ചുപോയി. ഡേവിഡ് കാച്ചപ്പള്ളിയുടെ ഭാര്യയുണ്ട് സുജാത വീട്ടിൽ ഉച്ചയ്ക്ക് ഡേവിഡ് കാച്ചപ്പള്ളി അവിടെ നിന്ന് ചെന്നപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. പാട്ടില്ലാതെ ഇങ്ങനെ അവന്മാരുടെ റൂമിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വെറുതെ ഒരു പാട്ടിങ്ങനെ മൂളി ഭക്ഷണം വിളമ്പാൻ നേരത്ത്. ആ പാട്ട് മൂളിപ്പോൾ ഡേവിഡ് നല്ലോണം പാടും. ഡേവിഡിനും വല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയ പാട്ട്, അതിമനോഹരമായ ട്യൂണ്, ഹിന്ദി പാട്ടാണ്. പരിചയം എന്നുള്ള പടത്തിലെ പാട്ടാണത്. അവരത് പാടിയപ്പോൾ ഡേവിഡ് അപ്പം തന്നെ ജോൺസനെ വിളിച്ച് ആ പാട്ട് പാടി കേൾപ്പിച്ചു. തേലിലാലേ രേന താലാലേ രേന
തരരാരര രാരേ രാരേ തരാരേ രേണ തലലാലീന. ഇതിങ്ങനെ പാടുമ്പോൾ ഡേവിഡ് അത് കാച്ചപ്പ് ചെയ്തു, പുള്ളി പിടിച്ചു. പുള്ളി എന്ത് ചെയ്തു, അപ്പം തന്നെ ജോൺസൺ എന്ന് പറഞ്ഞ് പാടി കേൾപ്പിച്ചു. ജോൺസൺ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ബാത്റൂമിലേക്ക് ഫോണല്ല വിളിക്കുന്നു, MDR ട്യൂൺ റെഡി, പുറത്തു വാ. ഞാൻ പറയുന്നു 1 മിനിറ്റ് പുറത്തു വാ, ഇത് ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് അതൊരു പാട്ട് പോലെ തന്നെ ആക്കാം. അപ്പോൾ ജോൺസൺ പറയുന്നു ഞാനത് പാടിത്തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ജോൺസൺ പാടുന്നു. തേനാനേ. അപ്പോൾ എനിക്കുള്ള പ്രശ്നം വരിയും വരുന്നില്ല, ഒന്നും വരുന്നില്ല, ട്യൂൺ ഇങ്ങനെ വരുന്നുമുണ്ട്. രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ട്യൂണിലേക്ക് ലയിച്ചു, ഞാൻ എന്നെ മറന്നു. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അപ്പോൾ അത് തന്നെയാണ് വരികളും. അറിയാതെ, ബാത്റൂമിൽ നിന്നാണ് ഞാൻ ചൊല്ലുന്നത്, അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു നിറഞ്ഞു, അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി, അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. ഒഴുകി വന്നെത്തുന്ന കാറ്റിൻ്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം, ഒരു മുളങ്കാടിൻ്റെ രോമഹർഷങ്ങളിൽ പ്രണയം തുടിക്കുന്ന യാമം, പ്രണയം തുടിക്കുന്ന യാമം. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു, അയഥാർത്ഥ മായിക ഗോപുര സീമകൾ ആശകൾ താനേ തുറന്നു, ആശകൾ താനേ തുറന്നു. അറിയാതെ, ഇതാണ് പാട്ട്. അപ്പം ഞാൻ ബാത്റൂമിന് പുറത്തിറങ്ങുന്നു, അവിടെ പാട്ട് റെഡിയാവുന്നു. ഡേവിഡ് വരുമ്പോൾ അതിമനോഹരമായ പാട്ട്, കമ്പോസിങ് റെഡി, പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, മോഹൻ ഷൂട്ട് ചെയ്യുന്നു. ചിത്ര വന്നത് പാടിയ പാട്ട് കേരളം മുഴുവൻ പാടുന്നു. മമ്മൂട്ടിയുടെ റിംഗ് ടോണിലേക്ക് അത് വർഷങ്ങൾക്ക് ശേഷവും കയറുന്നു. ആലോചിച്ച് നോക്കി ആ പാട്ടിൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ പരിചയം എന്നുള്ള പാട്ടിലെ പാട്ടുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിലും ജോൺസൻ്റെ ക്രിയേഷൻ, അതിൻ്റെ BGM ഒക്കെ ഗംഭീരമായിരുന്നു. ഇപ്പോഴും ചിത്ര വിളിച്ച് ചോദിച്ചാൽ ചിത്ര പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പാട്ടുകളിൽ ഒന്ന് ഇതായിരിക്കും. ഇന്നസെൻ്റ് എന്നുള്ള ഒരു നടൻ എന്നതിലുപരിയായിട്ട് ഇന്നസെൻറ്റിലെ ഒരു യഥാർത്ഥ പ്രൊഡ്യൂസറെ എനിക്ക് കാണാൻ പറ്റിയത്. എങ്ങനെ ഒരു പടം നിർമ്മിക്കണം, ഇന്നസെൻ്റ് വാസ്തവത്തിൽ ഒരു മാതൃകയായിരുന്നു അതിന്. അത് നിർമ്മിക്കുന്ന സമയത്തുള്ള ഇന്നസെൻറ്റിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഡേവിഡിൻ്റെ അവിടെ പോയിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സാഹചര്യം ആലോചിക്കുമ്പോൾ ഇന്നസെൻ്റൊക്കെ വാസ്തവത്തിൽ എത്രത്തോളം മലയാള സിനിമയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആലീസും സോണറ്റും ഇന്നസെൻ്റും ഒക്കെ താമസിക്കുന്ന വീട്ടിൽ പോകുമ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എത്രമാത്രം സ്ട്രെയിൻ എടുത്താണ് ആ വലിയ മനുഷ്യൻ മലയാള സിനിമയിലെ ഒരു ഇതിഹാസമായിട്ട് മാറിയത്. ഇതൊക്കെ എനിക്ക് ഓർമ്മയിൽ വരികയാണ്. ഈ ഒരു കഥ ഒരു നുണക്കഥ എന്നുള്ള ഏറ്റവും നല്ല മോഹൻ്റെ കോമഡി ചിത്രം, കോമഡി എന്ന് പറയാൻ പറ്റില്ല, മോഹൻ്റെ ഏറ്റവും നല്ല ചിത്രം, അതേക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മലയാള സിനിമയിലെ സംഗീത സംവിധായകരെ കുറിച്ച് ഒരു ലിസ്റ്റ് എടുത്താൽ
നമ്മൾ പറയുമല്ലോ, ദേവരാജൻ മാസ്റ്റർ, രാഘവ മാസ്റ്റർ, അതുപോലെ ചിദംബരനാഥ്, ഒരുപാട് പേരുകൾ ഇങ്ങനെ പറയുമല്ലോ. പക്ഷേ ഏറ്റവും ഉയരത്തിൽ നിൽക്കേണ്ട ഒരു പേരാണ്, ദേവരാജൻ മാഷോട് അടുത്ത് നിൽക്കേണ്ട ഒരു പേരുണ്ട്. അത് പക്ഷേ നമ്മൾ ആലോചിച്ചേ പറയുള്ളൂ. ആരാണെന്നറിയാമോ? അദ്ദേഹമാണ് എം ജി രാധാകൃഷ്ണൻ. എം ജി രാധാകൃഷ്ണൻ്റെയും എൻ്റെയും ജാതകം ഒരുപോലെയാണ്. രുക്മിണിയും സത്യഭാമയും. രുക്മിണി വേണോ സത്യഭാമ വേണോ? ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ സ്വന്തമായ വഴി വെട്ടിത്തെളിച്ച രാധാകൃഷ്ണന് മലയാള സിനിമയിൽ ശോഭിക്കാൻ കഴിയാഞ്ഞത്, ശോഭിച്ചില്ലെന്നല്ല പറയുന്നത്, ഈ ഒരൊറ്റ ബുദ്ധിമുട്ടുകൊണ്ടാണ്. തിരുവനന്തപുരം വിട്ട് പുള്ളിക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് അങ്ങനെ തളച്ചിടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെ തേടിയെത്തി സിനിമ, അങ്ങോട്ട് തേടിയെത്തി. അവസാന കാലം വരെയും അദ്ദേഹത്തെ അങ്ങോട്ട് സിനിമ തേടിയെത്തുമായിരുന്നു. ഫാസിലാവട്ടെ, അതുപോലെ വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ തന്നെ അങ്ങോട്ട് ചെന്ന് പുള്ളിയെ കൊണ്ടുവരുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പറ്റാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് സത്യഭാമയെ വിട്ടെങ്ങനെ പോകും? രുക്മിണി പിടിച്ചാലും. ആകാശവാണിയിലെ ഒരു നല്ല ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. സംഗീതത്തിൻ്റെ ഒരു പുതിയ പാത വെട്ടിത്തെളിച്ച എം ജി രാധാകൃഷ്ണൻ്റെ ലളിത സംഗീതം വാസ്തവത്തിൽ നമ്മുടെ ഒരു സംഗീത തലമുറയെ തന്നെ സൃഷ്ടിച്ചു. ഒരുപാട് പാട്ടുകാർ ഇപ്പോൾ മലയാള സിനിമയിലുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ ലളിതഗാനം പാടിയിട്ടുള്ളവരെന്നാൽ ഒക്കെ പറയുന്നാൽ ഒരു അതിശയോക്തിയല്ല. ഇപ്പോൾ ഉള്ള ഭൂരിപക്ഷം ഗായകന്മാരും ആകാശവാണിയിലെ എം ജി രാധാകൃഷ്ണൻ്റെ ലളിതഗാനം പാടിയിട്ടുള്ളവരാണ്. അല്ലാത്തവരാരും ഇല്ല എന്ന് പറയാം. കാരണം അത്രമാത്രം വിവരമുള്ള, ക്ലാസിക്കൽ സംഗീതത്തെക്കുറിച്ച് പാരമ്പര്യ ബോധമുള്ള ഒരാളായിരുന്നു എം ജി രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിഞ്ഞ ആൾ സാക്ഷാൽ ദേവരാജൻ മാഷാണ്. ദേവരാജൻ മാഷ് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാധാകൃഷ്ണനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരുന്നു. രാധാകൃഷ്ണൻ്റെ പാട്ട് പാടുന്ന രീതി, കർണാടക സംഗീത കച്ചേരിയിൽ രാധാകൃഷ്ണനെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നത് മാഷാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ രാധാകൃഷ്ണൻ, എം ജി രാധാകൃഷ്ണൻ, ഞാനുമായിട്ട് പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല. അതാണ് അത്ഭുതം. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ആകാശവാണിയിൽ. എൻ്റെ ഒരുപാട് ലളിതഗാനങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് നവരാത്രി എന്നുള്ളൊരു സംഗീത ശില്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ പാട്ടൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ അടുക്കാനൊരു സാഹചര്യം ഉണ്ടായില്ല. അതിന് പ്രധാന കാരണക്കാരൻ ആരാണ്? ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ദേവരാജൻ മാഷെ വിട്ട് എങ്ങനെ പോകും ഞാൻ? ദേവരാജൻ മാഷ് ഞാനുമായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. മറ്റുള്ളവരില്ല എന്നല്ല, എങ്കിലും അങ്ങനെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എന്നിലേക്ക് വരുന്നത് വേറൊരാളിലൂടെയാണ്. സാക്ഷാൽ രഞ്ജി പണിക്കരിലൂടെ. രഞ്ജി പണിക്കർ എൻ്റെ കവിതയുടെ വലിയ ആസ്വാദകനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കുറുനിരയോ മഴമഴ മുകിൽ നിരയോ ഒക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ കവിതകൾ ഇഷ്ടമാണ്. അങ്ങനെ രഞ്ജിയുടെ ക്ഷണം വരുമ്പോൾ പ്രജ എന്നുള്ള പടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിക്കുകയാണ്, ഞാനും രാധാകൃഷ്ണൻ. എനിക്കത് വലിയ അത്ഭുതമായിരുന്നു. രാധാകൃഷ്ണൻ്റെ അനിയൻ ശ്രീകുട്ടൻ, ഞങ്ങളെല്ലാം കൂടെ ഒരു പടത്തിന് യോജിക്കുക. ശ്രീകുട്ടനാണ് സജീവമായിട്ട് റെക്കോർഡിങ്ങിലൊക്കെ സഹകരിച്ച് ഗംഭീരമായിട്ട് നിൽക്കുകയാണ്. ഓൾ ഇൻ ഓളായിട്ട് രഞ്ജി മാർട്ടിൻ സ്റ്റുഡിയോയിലും മറ്റാണ് റെക്കോർഡിങ് നടക്കുന്നത്. ഫുൾ ടൈം പാട്ട്. പിന്നെ രാധാകൃഷ്ണൻ്റെ അത് ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല. എങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, പാട്ടുകളൊക്കെ റെഡിയാക്കി വിട്ടിരിക്കുന്നു. ആ പാട്ടാണ് അകലെയാണെങ്കിലും നീ എനിക്കെപ്പോഴും അരികിലുണ്ടായിരുന്നു, ഒരു വെയിൽ പക്ഷിയായി ജാലകച്ചില്ലിൽ നിൻ തളിർവിരൽ മെല്ലെ തലോടിയെന്നോ, തളിർവിരൽ മെല്ലെ തലോടിയെന്നോ. അകലെയാണെങ്കിലും നീ എനിക്കെപ്പോഴും അരികിലുണ്ടായിരുന്നു, ഒരു വെയിൽ പക്ഷിയായി ജാലകച്ചില്ലിൽ നിൻ
തളിർവിരൽ മെല്ലെ തലോടിയെന്നോ, തളിർവിരൽ മെല്ലെ തലോടിയെന്നോ. ഇതാണ് ആ പാട്ട്. വേറെയും പാട്ടുകളുണ്ട്, പക്ഷേ ഇതാണ് ശ്രീകുട്ടൻ ഭംഗിയായിട്ട് പാടിയത്. പിന്നെ ഒരു ഡുവറ്റാണ്. അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദന മധുവർഷമോ, സായം സന്ധ്യ തന്നോ നിന്റെ വെൺചിന്തുകൾ, മേഘപ്പൂക്കൾ തുന്നും നിന്റെ പൊൻചിന്തുകൾ, രതിസുഖമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം. അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദന മധുവർഷമോ. അത് ഹിറ്റോട് ഹിറ്റ്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രീകുട്ടൻ്റെ ഒരു ആർത്തി, പുള്ളി നേരെ മാട്ടൂർ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് പോയിട്ട് മോഹൻലാലിന് ഫോൺ ചെയ്യുകയാണ്, ഈ പാട്ട് പാടി കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രജയിലെ പാട്ടാണെന്ന് പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മോഹൻലാലിന് ആവേശം. അപ്പോൾ ഇത് അത്രത്തോളം ഗംഭീരമായിട്ട് ഒരു ഡ്യൂറ്റ് ഉണ്ടാക്കാൻ MGRന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ ഞാൻ മാത്രമല്ല, ഒരു പാട്ട് ഇവനെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയ മിടുക്കനായ പുത്തഞ്ചേരി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത്, ചന്ദനമണി സന്ധ്യയുടെ നല്ല പാട്ട്. അപ്പോൾ പ്രജ എന്നുള്ള പടത്തിൽ 6-7 പാട്ട് ഞാൻ എഴുതി. ഈ പാട്ടുകളൊക്കെ ഒന്നിനോടൊന്ന് മെച്ചം എന്നൊക്കെ പറയുന്ന പോലെ നിന്നാലും സിനിമയിൽ വരാത്ത ആ നേരത്തെ പാടിയ MG രാധാകൃഷ്ണൻ്റെ പാട്ടാണ് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല മലയാളത്തിലെ ഏറ്റവും കൃതഹസ്തനായിട്ടുള്ള സംവിധായകൻ ജോഷിയാണ് ആ പടം സംവിധാനം ചെയ്തത്. പ്രത്യേകിച്ചും ആ അല്ലികളിൽ നിന്നുള്ള പാട്ടിൻ്റെ ആ സീനൊക്കെ ഉണ്ടല്ലോ, വളരെ അതിമനോഹരമായിട്ട് പുള്ളി പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡാൻസ് സീക്വൻസൊക്കെ ലാലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. മോഹൻലാലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പ്രജാവാസെ സൂപ്പർ ഹിറ്റ് മൂവി ബൈ രഞ്ജി ജോഷി ടീം. അപ്പോൾ ഈ പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത പടമാണ് തസ്കരവീരൻ. അത് നിർമ്മിച്ചത് വിന്ധ്യനാണ്. അപ്പോൾ ഇതിൽ എനിക്കൊരു പാട്ട് എഴുതാനുള്ള അവസരം ഉണ്ടായി. വിന്ധ്യൻ പറഞ്ഞു വരണം, എറണാകുളത്ത് മറ്റുമായിരുന്നു എൻ്റെ റെക്കോർഡിങ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുത്തുകാരൻ ഡെന്നീസ് ജോസഫാണ്. ഡെന്നീസിൻ്റെ ഒരു ഗുണം നല്ല സംഗീത ബോധമുണ്ട്. മാത്രമല്ല കടുത്ത ONV ആരാധകനാണ്. ONV ദേവരാജൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കും, അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇയാൾ വളരെ കാലം മുമ്പ് ഇയാളുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ വളരെ ചെറുപ്പത്തിൽ, അവർക്ക് വളരെ കുട്ടിപ്രായത്തിൽ ഈ ബാലയുഗം പോലെയുള്ള വീക്കിലുകൾ വാങ്ങിക്കും. അതിനകത്തൊരു കവിത കേട്ടിട്ട് അവർ ഭയങ്കര ആനന്ദ തുന്തിലരായി. അവർക്ക് ആ കവിത ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കവിത അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുണ്ട്, അശോകൻ എന്നാണ് പേര്, അശോക് ഡെന്നീസും. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ കവിത ഇങ്ങനെ വായിക്കുമായിരുന്നു. ഈ കവിതയുടെ പ്രത്യേകത അതൊരു മരണത്തെക്കുറിച്ചുള്ള കവിതയായിരുന്നു. അപ്പോൾ അശോകൻ ഈ മരണവുമായിട്ട് ബന്ധമുള്ളയാളാണ്. സഹോദരിമാരും ആരും ഒരാൾ ചെറുപ്രായത്തിലെ മരിച്ച ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കവിത അവരെ കൂടുതൽ സ്പർശിച്ചു. കവിയെ അവർ കണ്ടിട്ടുമില്ല. അവരുടെ ചെറുപ്പകാലത്തുള്ള ഈ കവി ഒരു പാട്ടെഴുത്തുകാരനായിട്ട് ഒക്കെ ഡെന്നീസിൻ്റെ മുമ്പിൽ ചെന്ന് പെടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഡെന്നീസ് ഈ കഥ എന്നോട് പറഞ്ഞു, ഇങ്ങനെ MDRൻ്റെ പഴയ കവിതയുടെ ആരാധകരാണ് ഞങ്ങൾ. ആ കവിതയാണെങ്കിൽ ഞാനും അത് ചൊല്ലിക്കഴിയുമ്പോൾ ഞാനും കരയും. അങ്ങനൊരു കവിതയാണ് അത്. അപ്പോൾ ആ കവിതയുടെ ആളാണെന്ന് പറഞ്ഞ് അങ്ങനത്തെ വലിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പാട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. വിന്ധ്യൻ്റെ പടത്തിന് വേണ്ടി. പ്രമോദ് പപ്പൻ്റെ സിനിമയാണത്. അതിൽ സംഗീത സംവിധായകൻ തൃശ്ശൂർക്കാരൻ ഔസേപ്പച്ചൻ. അപ്പോൾ പാട്ട് എപ്പോഴും നന്നാവണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഡെന്നീസ്. അപ്പോൾ പല ട്യൂൺസ് ഉണ്ടാക്കുന്നു. ഔസേപ്പച്ചൻ്റെ പ്രയോഗങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ആലോചിക്കുന്നു, പല ട്യൂണുകൾ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ടിന് ട്യൂൺ വരുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡെന്നീസ് ഒരു സജഷൻ വയ്ക്കുന്നു.
ആ പാട്ട് കൊള്ളാമല്ലോ ഔസേപ്പച്ച, നല്ല പാട്ടല്ലേ അത്. എം ഡി ആർ എന്ത് പറയുന്നു? ഏത് പാട്ട്? റോജാ മലരെ രാജകുമാരി ആസൈ കിളിയെ അഴകിയ റാണി അരികിൽ വരലാമാ. അപ്പോൾ ഒരു സംഗീത സംവിധായകനോടും വേറൊരു പാട്ട് പറഞ്ഞാൽ ദേഷ്യമേ വരുള്ളൂ. അപ്പോൾ യൂഷ്വലായിട്ടുള്ള ആ ദേഷ്യം ഔസേപ്പച്ചൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു, മുഖഭാവത്തിൽ തെളിഞ്ഞു. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, അല്ല അത് വേണമെന്നില്ല, എങ്കിലും എങ്ങനെ പറഞ്ഞിട്ടൊരു ലേശം ഒന്ന് പിൻവലിഞ്ഞു. ഔസേപ്പച്ചനും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് വേണമെന്നുള്ളത്, ഇവന്മാരെ ഓടിക്കണോ എന്നാണ് പുള്ളി ആലോചിക്കുന്നത്. അവസാനം ഔസേപ്പച്ചൻ തീരുമാനത്തിലെത്തി, ഒരു കാര്യം ചെയ്യാം, ഒരു കോംപ്രമൈസിലാകാം, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ അദ്ദേഹം പാട്ടുണ്ടാക്കാൻ തുടങ്ങി. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഡെന്നീസ് പറഞ്ഞത് ശരിയായിരുന്നു. ആ പാട്ടാണ് തസ്കര വീരനിലെ ചെന്താമരയേ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി വാ ചന്ദാമരയേ വാ. ബോംബെ രവിയായിട്ട് ബന്ധിപ്പിക്കുന്നു, എറണാകുളത്ത് വെച്ച് പാട്ട് ചെയ്യുന്നു. പാട്ടുകൾ അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതാണ് ഈ പാട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ ബോംബെയിലുള്ള മുറിയിൽ അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ ഈ പാട്ട് എഴുതുന്നതിനും ഒക്കെ മുമ്പ് പുള്ളി ആ ബ്രീഫ് കേസ് തുറന്നിട്ട് ആ ബ്രീഫ് കേസിനകത്ത് വെച്ചിരിക്കുന്നൊരു പടമുണ്ട്. അതിനെ നമസ്കരിക്കുന്നു, ഒരാളുടെ ഫോട്ടോയാണ്.